ഗുഡ് മോർണിംഗ് ഒരു പ്രേസ് എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സകല വിധത്തിലുള്ള ഗ്ലോറിക്കും ഉടയവൻ യേശുക്രിസ്തു മാത്രമാണ്. സകല വിധത്തിലുള്ള ഗ്ലോറിക്ക് അർഹനായിട്ടുള്ളവൻ യേശുക്രിസ്തു മാത്രമാണ്, അല്ലേ? നമ്മളാരും ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾക്കിന്ന് ജീവിതം ദൈവം തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവം നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾക്ക് ആളാകാൻ വേണ്ടിയോ നമ്മൾ കുറച്ച് നമുക്ക് കുറച്ച് പേരുണ്ടാക്കുന്നതിന് വേണ്ടി, നമ്മളെ കുറച്ച് ഫെയിം ആക്കുന്നതിന് വേണ്ടിയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക, അല്ലേ? അറ്റൻഷൻ ദൈവത്തിന് മാത്രം ഉള്ളതാണ്, അല്ലേ? അപ്പോൾ മനുഷ്യരുടെ മുമ്പിലുള്ള അപ്രൂവലാണ് നമുക്ക് ആവശ്യം, ദൈവത്തിൽ നിന്നുള്ള അപ്രൂവൽ ആണ് നമുക്ക് ആവശ്യം, അല്ലേ? ദൈവം വെൽ ഡൺ എന്ന് നമ്മളെ പറ്റി പറയുന്നതാണോ നമുക്ക് നന്നായിട്ടുള്ളത്, അതോ മനുഷ്യരുടെ വായിൽ നിന്ന് വരുന്ന കുറച്ച് പ്രശംസ, അല്ലേ? ഓ, നിങ്ങൾ വലിയ ആളാണ്, നിങ്ങൾ വലിയ നന്നായിട്ട് ചെയ്തു, അതൊക്കെ അല്ലെ, അതാണോ വലുത്, അല്ലെ? അത് അതിനെപ്പറ്റി നമ്മൾ വളരെയധികം ജാഗരൂകരായിരിക്കുക, അല്ലെ? മനുഷ്യരുടെ പ്രശംസ അത് എന്താ പറയണേ, നിമിഷ നേരത്തേക്കുള്ളൂ. പക്ഷെ ദൈവം നമ്മളെ അപ്രൂവ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതം തന്നെയാണ്, അല്ലെ? നമ്മുടെ ജീവിതമായി തീരുവാണ് ചെയ്യുന്നത്, നമ്മുടെ നിത്യജീവനായി തീരുക ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത്. മുമ്പോട്ട് പോയി നമുക്കൊന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കും. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപയ്ക്കായിട്ട്, സ്നേഹത്തിനായിട്ട് കർത്താവ് ലോർഡ് ഫാദർ, ഞങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനായിട്ട്, അങ്ങയുടെ വഴിക്കൂടെ നടക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കൃപ തരുന്നതിനായിട്ട്, ഹോളി സ്പിരിറ്റ് ഗോഡിനെ ഞങ്ങളുടെ ഉള്ളിൽ കർത്താവെ, ഹോളി സ്പിരിറ്റ് ഗോഡ് വസിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. കുറ്റങ്ങളും തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് ക്ഷമിച്ച് പുറത്ത് തരണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിനായി കർത്താവ്, മനുഷ്യരുടെ പ്രശംസയ്ക്കായിട്ട് പോകാതെ കർത്താവ് അങ്ങയുടെ പ്രശംസയ്ക്കായിട്ട് മാത്രമായിട്ട് ഉള്ള ജീവിതം ജീവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇന്ന് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് പോകാം. 6-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 6 വരെയുള്ള വാക്കുകൾ, പിന്നെ 16 തൊട്ട് 18 വരെയുള്ള വാക്കുകൾ. മത്തായിന്റെ സുവിശേഷത്തിന്റെ 5, 6, 7 ചാപ്റ്ററുകൾ അറിയപ്പെടുന്നത് സെർമൺ ഓൺ ദ മൗണ്ടൻ, അല്ലെ? മൗണ്ടനിൽ വെച്ച് കൊടുത്ത ഗിരിപ്രഭാഷണം അങ്ങനെയുള്ള അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ യേശു നമ്മളോട് വളരെ മർമ്മകരമായിട്ടുള്ളൊരു കാര്യം പറയുവാണ്. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യർ കാണേണ്ടത് നിങ്ങളുടെ നീതി അവരുടെ മുന്നിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. മനുഷ്യർ കാണുന്നതിന് വേണ്ടി നമ്മൾ പലരും ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും, അല്ലെ? അപ്പൊ അതുകൊണ്ട് ദൈവം നമ്മളോട് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് വാണിംഗ് തരുക, നിങ്ങളുടെ നീതിയെ നിങ്ങൾ മനുഷ്യരെ കാണുന്ന രീതി നിങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കരുത്. ഇങ്ങനെ എഴുതിയിരിക്കുക, അല്ലാഞ്ഞാൽ സ്വർഗത്തിലും നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുന്നിൽ കാഹളം ഊതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യമായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുവ് കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്നു വാതിലടച്ചു രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കട്ടെ, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇനി 16 തൊട്ട് 18 വരെ ഇവിടെ വായിക്കും. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്, അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കും, മനുഷ്യരുടെ മുമ്പില് വലിയ ആളാകുന്നതിന് വേണ്ടി, അല്ല അവരുടെ മുമ്പിൽ വലിയ മാന്യന്മാരായി തീരുന്നതിന് വേണ്ടിയായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാതിരിക്കുക. ഇവിടെ നമ്മുടെ നീതി അവരുടെ മുന്നിൽ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ നമുക്കൊരു കാരുണ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ, അല്ലെ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ, അതെല്ലാം മനുഷ്യരെ കാണിക്കുന്നതിന് വേണ്ടി, അവരിൽ നിന്ന് അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ടി, ഹിപ്പോക്രിറ്റ്സ് എന്നുള്ളൊരു വാക്കാണ് ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടുന്നതോട് ചെയ്യുന്ന ആൾക്കാരെ ഹിപ്പോക്രിറ്റ്സുകൾ എന്നാണ് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള തരത്തിലുള്ള കാര്യങ്ങള്, അങ്ങനെ എന്താ പറയുക, നല്ല കാര്യങ്ങൾ ചെയ്യരുതല്ല ദൈവം പറയുന്നത്, പ്രാർത്ഥിക്കുന്നല്ല പറയുന്നത്, പക്ഷെ ഉപവസിക്കരുതെന്നും അല്ല ദൈവം പറയുന്നത്, പക്ഷെ അതെല്ലാം ചെയ്യണം. പക്ഷെ അത് മറ്റുള്ളവരിൽ നിന്ന് ഗ്ലോറി
കിട്ടുന്നതിന് വേണ്ടി, അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള ചെയ്ത ആയിരിക്കരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കുക. ദൈവം നമ്മളെപ്പറ്റി ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്, അല്ലെ, തെരുവുകോരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കരുത്. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ ദൈവം കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ്, അല്ലെ. നമ്മളും ദൈവവും മാത്രമുള്ള ഒരു സ്പേസിനെ പറ്റിയാണ് ദൈവം എപ്പോഴും പറയുന്നത്, അല്ലെ. നമ്മുടെ പ്രാർത്ഥന അത് വളരെ അത് സ്വകാര്യമാതി ഉള്ളതായിരിക്കട്ടെ. നമ്മൾ എന്തായാലും ദൈവത്തിന്റെ നാമത്തിൽ ചെയ്യുമ്പോൾ അത് സ്വകാര്യമായിട്ട് ചെയ്യുന്ന കാര്യമായിരിക്കട്ടെ. നമ്മളും ദൈവം മാത്രം അറിഞ്ഞാൽ മതി, അല്ലെ. പിന്നെ നമ്മൾ ഉപവസിക്കുമ്പോൾ അത് നമ്മളും ദൈവം മാത്രം അറിഞ്ഞാൽ മതി. നമ്മളും ദൈവം മാത്രം അറിയേണ്ട രീതിയിൽ, അല്ലെ, ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി, അല്ലെ. നമ്മുടെ എന്താ പറയാ, ഈ സീക്രട്ട് പ്ലേസിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് കാണുന്ന ദൈവം നമ്മളെ ഉയർത്തും, അല്ലെ. അത് വേറെ കാര്യം. അത് ദൈവം ചെയ്യുന്ന കാര്യം, ദൈവത്തിന്റെ സമയത്ത് ചെയ്യുന്ന കാര്യം. പക്ഷെ ദൈവം എപ്പോഴും നമ്മളെപ്പറ്റി ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ. നമുക്കറിയാം, ഇങ്ങനെ ഇവിടെ റെവലേഷനിലേക്ക് പോകുമ്പോൾ 2ാമത്തെ ചാപ്റ്ററിൽ നമ്മളിങ്ങനെ വായിക്കുന്നതാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവർകം ചെയ്യുന്നവർക്ക് ദൈവം ഒരു ഒരു കല്ല് സ്വന്തം പേരെഴുതി കൊടുക്കുന്നു. അത് ആകപ്പാടെ അറിയാൻ ദൈവത്തിനും നമ്മൾക്കും മാത്രമേ അറിയൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്ന സ്വകാര്യത, അല്ലെ. നമ്മള് ദൈവവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ പറ്റി കാണിക്കുന്നത്. അപ്പൊ അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മള് ദൈവത്തിലായിരിക്കുന്ന വ്യക്തി, ഇപ്പൊ 90ാമത്തെ സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ ദൈവത്തിന്റെ സീക്രട്ട് പ്ലേസിൽ ഡ്വെല് ചെയ്യുന്ന ആൾക്കാർ, വസിക്കുന്ന ആൾക്കാരാകുമ്പോൾ അവിടെ ഒരു ടെസ്റ്റിമണി ഉണ്ടാകുന്നു, അല്ലെ. അപ്പൊ അവിടെ അങ്ങനെയുള്ള വ്യക്തികള് ദൈവമായിട്ട് വളരെ അടുപ്പത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അറിയാം ദൈവത്തിന്റെ പ്രസൻസിലാണ് ആനന്ദത്തിന്റെ ആ ഫുൾനെസ് ഉള്ളത്, അല്ലെ. ഇത് എന്താ ഫുൾനെസ് ഓഫ് ജോയ് ഉള്ള ദൈവത്തിന്റെ ആ ഒരു പ്രസൻസിലുള്ളു. അപ്പൊ അവിടെ ദൈവം നമ്മൾ അപ്രൂവ് ചെയ്യുന്നു, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം നമ്മൾ അപ്രൂവ് ചെയ്യുന്നു, അല്ലെ. അപ്പോ ആ അപ്രൂവൽ മതി, നമ്മൾക്ക് കിട്ടിയാൽ മതി. ആ ഒരു അക്സെപ്റ്റൻസ് ദൈവത്തിൽ നിന്ന് മാത്രം കിട്ടിയാൽ മതി, അല്ലെ. അപ്പോ ദൈവമായിട്ട് അടുപ്പത്ത് നിൽക്കുന്ന വ്യക്തികൾ അത് മാത്രമേ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മള് അങ്ങനെയല്ല. മനുഷ്യരുടെ ഇടയിൽ നിന്ന് നമുക്ക് ഗ്ലോറി കിട്ടണം, നമുക്കൊരു ഒരു പേരൊക്കെ ആവണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അപ്പോഴേ ഒന്ന് വിചാരിച്ചാൽ മതി, എവിടെയോ ദൈവമായിട്ടുള്ള നടപ്പില് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, അല്ലെ. പഴയ ആദ്യം നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം നമുക്ക് ഇല്ല എന്നും നമ്മൾ അപ്പോഴേ നമ്മുടെ മനസ്സൊന്ന് നമ്മളൊന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയം ഒന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ അതാണ് ഇവിടെ നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവർ നിങ്ങളെ മാനിക്കുന്നതിനൊക്കെ വേണ്ടി നടക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എന്നോടുള്ള ആ ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോവുക ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ആ പാട് ബിസി ആയിപ്പോ മറ്റുള്ളവരുടെ മറ്റുള്ളവരിൽ നിന്ന് ഗ്ലോറി കിട്ടുന്നതിനൊക്കെ വേണ്ടി. ഇനിയിപ്പോ ഗ്ലോറി കിട്ടാൻ വേണ്ടി ആരൊക്കെ ആഗ്രഹിക്കുന്ന വെച്ചാൽ, ഒന്നാമത്തെ ആൾക്കാര് ഇങ്ങനെ മറ്റുള്ളവർ എന്നെ ഒന്ന് മാനിക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ ആളാണെന്ന് വിചാരിക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരം, പ്രൈഡ്, അല്ലെ, മനസ്സ് നിറഞ്ഞിരിക്കുമ്പോ. രണ്ടാമത്തെ ആൾക്കാരെന്ന് വെച്ചാൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആൾക്കാർ, അല്ലെ. ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി അധികം അറിവില്ലാത്ത വ്യക്തികൾ. മൂന്നാമത്തെ തരത്തിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ശരിക്കും അവർക്ക് എന്താ പറയുക, ആരും അംഗീകരിക്കാൻ ഇല്ലാത്ത ആൾക്കാർ. പക്ഷെ അവിടെയും പ്രശ്നം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി അധികം ആഴമായിട്ടുള്ള അറിവില്ല, അല്ലെ. ദൈവം കൂടെ നിൽക്കുന്നതിനായിട്ടൊന്നും അറിവില്ലാതിരിക്കുന്ന ആൾക്കാർ. ഇപ്പൊ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരമായിട്ട് നടക്കുന്ന വ്യക്തികൾ, അല്ലെ. ദൈവത്തിന്റെ മുമ്പില് നമ്മൾ ദൈവവുമായിട്ട് അടുത്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ നമുക്ക് അഹങ്കരിക്കാൻ മാത്രം ഒന്നുമില്ല. നമ്മൾ ദൈവത്തോട് അടുക്കും തോറും ദൈവത്തിന്റെ പ്രൊഫൈൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പ്രശ്നങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്ത് കാണുകയോ ചെയ്യുന്നത്. നമുക്ക് അഹങ്കാരമാണ്, നമ്മൾ മറ്റുള്ളവർ ദേഷ്യപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഐസയ്ക്കകത്തിലേക്ക് പോകുമ്പോൾ, യേശാവിന്റെ അകത്ത് 6ാമത്തെ ചാപ്റ്ററിനകത്ത്, അല്ലെ, യേശയാവ് കാണുവാണ്, അല്ലെങ്കിൽ ഐസയെ കാണുവാണ് ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തെ കാണുവാണ്, സിംഹാസനത്തിലിരിക്കുന്നത് യേശുക്രിസ്തു ആണത്. അപ്പൊ ദൈവത്തെ കണ്ടു കഴിയുമ്പോ എന്താ പറയാ, ഐസയ്ക്ക് തോന്നുന്നു, ഞാനിങ്ങനെ എന്താ പറയുക, പാപപൂരിതമായിട്ടുള്ള ലിപ്സ് ഉള്ള ഒരു വ്യക്തിയാണ്, ഞാൻ വരുന്നത് ആൾക്കാരുടെ ഇടയിൽ നിന്ന് വരുന്ന ആ ആൾക്കാരും അങ്ങനെ തന്നെ ഉള്ളവരാണല്ലോ, അല്ലെ, പാപമായിട്ടുള്ള വ്യക്തികളാണല്ലോ എന്നാണ് ഐസയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. കാരണം വെച്ചാല് ദൈവത്തിന്റെ ഗ്ലോറിയായിട്ട് നമ്മൾ അടുത്ത് വരുമ്പോൾ, ദൈവമായിട്ട് അടുത്ത് വരുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ഹോളിനെസ്സിൽ, പരിശുദ്ധിയുടെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നു. പക്ഷെ നമ്മൾക്ക് ഇന്ന് ദൈവം നമുക്ക് ദാനമായിട്ട് കിട്ടിയിരിക്കുന്ന റൈച്ചസ്നെസ്, അല്ലെ, ദൈവം നമ്മളെ തന്റെ നമ്മുടെ റൈച്ചസ് ഫിൽത്തി റാഗ് പോലെ തെളിയിപ്പെടേണ്ട ഒരു തുണി പോലെയായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ദൈവത്തിന്റെ നീതി കൊണ്ട് നമ്മളെ ഇങ്ങനെ
പൊതിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ദൈവത്തിന്റെ നമ്മളുടെ സ്വന്തം നീതിയല്ല, പക്ഷെ ദൈവത്തിൽ നിന്നുള്ള നീതിയോട് നമ്മൾ പൊതിഞ്ഞിരിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഹോളിയാണ്. നേരത്തെ പോലെ നമ്മൾ ചത്ത മനുഷ്യരല്ല. ഇന്ന് നമ്മുടെ ഉള്ളിൽ ജീവൻ ദൈവം വെച്ചിരിക്കുക ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് അത് മനസ്സിലാക്കിയിരിക്കുന്ന ആൾക്കാർക്ക് ഒന്നും തന്നെ ഇല്ല അഹങ്കരിക്കാനായിട്ട്. പക്ഷെ അതൊന്നും അറിയത്തില്ലാത്ത ആൾക്കാർക്ക് ഭയങ്കര അഹങ്കാരമാണ്. അങ്ങനെ അഹങ്കാരം ഉള്ളവരാണ് ഇങ്ങനെ മറ്റുള്ളവർ എന്നെ ഒന്ന് അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് അല്ലെ. അപ്പൊ പിന്നെ ജീവിതത്തിന്റെ പല പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോ അംഗീകരിക്കാൻ ആരുമില്ലാതെ വരുമ്പോഴും അവിടെയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ചെയ്യും മറ്റുള്ള അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി. അപ്പൊ അവിടെയും മറന്നു പോകുന്ന കാര്യം എന്താ വെച്ചാൽ, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ, ദൈവമായിട്ടുള്ള ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ മറ്റുള്ളവർ എന്ത് കരുതുന്നോ വിചാരിക്കുന്നോ ഉള്ള വിചാരമൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ അറ്റൻഷൻ ഒക്കെ നേടാൻ വേണ്ടി നടക്കുമ്പോ ഇങ്ങനെ വിചാരിച്ചാൽ മതി, എവിടെയോ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് നമുക്കെന്നുള്ളത് അല്ലെ. അപ്പൊ നിങ്ങൾ ഗലാത്യർക്ക് ലേഖനത്തിലേക്ക് പോയപ്പോ പോൾ ഇങ്ങനെ പറയും, ഞാന് 1-ാമത്തെ ചാപ്റ്ററിന്റെ 10-ാമത്തെ വാക്കിന്റെ പോൾ പറയാ, ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ലെ. ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കയില്ല അല്ലെ. ഇങ്ങനെ പറയാം. പോള് പറയുക, എന്താ പറയുന്നത്, പോൾന്ന അപ്പോസ്റ്റലൻ അല്ലെ. അപ്പോസ്റ്റലിന്റെ അപ്രൂവൽ കിട്ടിയിരിക്കുന്ന യേശു ക്രിസ്തു എന്നാണ്. പോള് സംസാരിക്കുന്ന ഗോസ്പിൾ ദൈവത്തിൽ നിന്നുള്ള ഗോസ്പിളാണ്. അപ്പൊ ആ ഒരു ഗോസ്പിളിലെ വേറൊരു ഗോസ്പിള് ഇനി ഏഞ്ചൽസ് അല്ലെ, ദൂതന്മാർ ഡയറക്റ്റ് ആയിട്ട് വന്ന് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അതൊന്ന് അപ്രൂവ് ചെയ്യരുത് എന്ന്, അത് അംഗീകരിക്കുക എന്ന് പോള് പറയാം. അപ്പൊ പോളിന്റെ അപ്പോസ്റ്റൽഷിപ്പ് വന്നിരിക്കുക ദൈവത്തിൽ നിന്നാണെന്നൊക്കെ പറയാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പോൾ ഇങ്ങനെ പറയും, ഞാനിപ്പോ മനുഷ്യരുടെ സന്തോഷത്തിന്, മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, മനുഷ്യരുടെ ഒരു അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോഴും ഞാൻ മനുഷ്യരുടെ അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ടിയാണ് മനുഷ്യരെ കൊണ്ട് കൊള്ളാമല്ലോ എന്നൊക്കെ പറയിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കത്തില്ല അല്ലെ. ക്രിസ്തുവിന്റെ ദാസനായിരിക്കുമ്പോൾ നമ്മൾ മനുഷ്യരുടെ അപ്രൂവലിനായിട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല അല്ലെ. ക്രിസ്തുവിന്റെ ദാസനായിരിക്കുന്നിടത്തോളം കാര്യം ക്രിസ്തു പറയുന്നത് കേട്ടാൽ മതില്ല, ക്രിസ്തു ആണല്ലേ യജമാനൻ അല്ലെ. അപ്പൊ അതിനായിട്ടുള്ള അങ്ങനെയുള്ള ഒരു ജീവിതം നമ്മൾ ജീവിക്കാതിരിക്കും, ദൈവത്തിന്റെ ദൈവഭയമില്ലാതെ, ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി അറിവില്ലാതെ, ദൈവത്തിൽ വിശ്വാസമില്ലാതെ അല്ലെ, അഹങ്കാരത്തോടുകൂടി ജീവിക്കുമ്പോഴാണ് മിക്കവാറും തന്നെ ഈ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് മാന്യത കിട്ടണം എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നത്. അപ്പോ നമുക്ക് ഈ മറ്റുള്ളവരിൽ നിന്ന് മാന്യത കിട്ടണം എന്നൊക്കെ സ്വഭാവം, അത് നമ്മള് അതിലിങ്ങനെ ജീവിച്ചു പോകുമ്പോ അത് പിശാചിന്റെ ഒരു എന്താ പറയുക, അതൊരു വളരെയധികം ഫലപുഷ്ടിതമായിട്ടൊരു ഗ്രൗണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാചിനും അവന്റെ വർക്കിനും തഴച്ചു വളരുന്നതിന് വേണ്ടിയുള്ളത് അല്ലെ. അപ്പൊ ഇങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റുക വെച്ചാൽ പാപത്തിലേക്ക് നമ്മൾ നടന്ന് അടുക്കുന്നത്, ടെംപ്റ്റേഷനിലേക്ക്, പ്രലോഭനങ്ങളിലേക്ക് അടുത്ത് വരുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ ആ പ്രലോഭനത്തിലേക്ക് അകപ്പെടുന്ന വ്യക്തികൾ ഒരുപാട് പാപത്തിലായി പോകുന്നു. അപ്പൊ മറ്റുള്ളവരെ കുറ്റങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു, മറ്റുള്ളവരെ വളരെ മോശപ്പെട്ടവരായിട്ട് കാണാൻ ശ്രമിക്കുന്നു. അപ്പൊ നമുക്കറിയാം, യാക്കോബിലേക്ക് പോകുന്ന 2-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായിട്ടുള്ള വിശ്വാസം അല്ലെ, യേശു ക്രിസ്തുവിലുള്ള വിശ്വസിക്കുന്ന നമ്മള് മറ്റുള്ളവരെ പാർഷ്യാലിറ്റിയോട് കാണരുത്, എന്ന് വെച്ചാൽ മുഖപക്ഷം കാണിക്കരുതെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഈ മുഖപക്ഷമൊക്കെ എപ്പൊ എങ്ങനെ വരുന്നു വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരിൽ നിന്ന് അപ്രൂവൽ കിട്ടണം എന്നൊക്കെ ഉള്ളപ്പോ അല്ലെ, ഒരു മാന്യത കിട്ടണം എന്ന് അങ്ങനെയൊക്കെ ഒരു മനസ്ഥിതി ഉള്ള വ്യക്തികൾക്ക് അല്ലെ. എനിക്ക് കുറെ ഇപ്പൊ സഭയിൽ പലതരത്തിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ വരുന്നത് അല്ലെ. എല്ലാവർക്കും പണമുണ്ടെന്നും എല്ലാവർക്കും ഒരേപോലത്തെ പദവികളുണ്ടെന്നും നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പണവും പദവിയും ഉള്ളവരോട് മാത്രം ഫ്രണ്ട്ഷിപ്പ് കൂടുക, അല്ലാത്ത പാവപ്പെട്ടവർ വരുന്ന സഭയിലുള്ളവരോട് മിണ്ടാൻ പോലും വലിയ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ വരുന്ന ഒരു അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള മനസ്ഥിതി അല്ലെ. അപ്പൊ പണവും പദവിയും ഉള്ളവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ്, അവരുമായിട്ട് അവരുടെ കമ്പനിയിൽപ്പെട്ടവരാണ് എന്ന് പറയാൻ ഒരു നെഗളിപ്പ്, അങ്ങനെയൊക്കെ വരുന്നതെല്ലാം ഇങ്ങനെ മനുഷ്യരുടെ അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ത്വരയിൽ നിന്ന് വരുന്ന കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ അപ്രൂവലിന് യാതൊരുവിധ, ദൈവത്തിൽ നിന്ന് കിട്ടുന്ന മാന്യതയ്ക്ക്, ദൈവത്തിന്റെ എന്താ പറയുക, നമ്മളെ പറ്റിയുള്ള അഭിപ്രായത്തിന് യാതൊരു വിലയും കൊടുക്കാത്തപ്പോൾ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോ നമ്മള് ഇങ്ങനെയുള്ള വ്യക്തികളാകരുത് എന്ന ദൈവം പറഞ്ഞേക്കുന്നത്. നമ്മൾ കരുണ ചെയ്യുമ്പോൾ, മറ്റുള്ളവർ കരുണ ചെയ്യുമ്പോൾ
ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല, ദൈവമായിട്ടുള്ളൊരു സംഭാഷണമാണ്. അപ്പൊ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാലും, അല്ലെ, നമ്മൾ ഫാസ്റ്റിംഗ് പ്രയർ എടുക്കുമ്പോൾ ദൈവത്തിനോട് എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കൊക്കെ, അതെല്ലാം പബ്ലിക്കായിട്ട് എന്താ പറയാ ഫേമസ് ആകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഭയങ്കര നമ്മളൊരു വിശ്വാസികളാണെന്നും ഭയങ്കര കാര്യമാണ് സംഭവമാണെന്നും ഒക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ, അപ്പോൾ ഒരു കാര്യം വിചാരിച്ചാൽ മതി, നമ്മളുടെ നടപ്പിന്, ദൈവവുമായിട്ടുള്ള നമ്മുടെ ഒത്തൊരുമിച്ചുള്ള നടപ്പിന് എവിടെയോ ഒരു കോട്ടം പറ്റിയിട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ മാത്രം മതി, അല്ലെ. ഇനിയിപ്പോ ഇൻഫിനിറ്റി കോംപ്ലക്സ് തോന്നുവാണെങ്കിലും, അല്ലെ, എനിക്ക് എന്നെ മറ്റുള്ളവരാരും അപ്രൂവ് ചെയ്യുന്നില്ലോ എന്നുള്ള ഒരു ഇൻഫിനിറ്റി കോംപ്ലക്സും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോഴേ വിചാരിച്ചാൽ മതി, എവിടെയോ ഒരു താളപ്പഴ പറ്റുന്നുണ്ട്, എവിടെയോ ഒരു ദൈവമായിട്ടുള്ള സ്നേഹത്തിൽ ഒരു കുറവ് വന്നിട്ടുണ്ടെന്ന് നമ്മളങ്ങ് വിചാരിച്ചോണ്ടാ മതി. അപ്പൊ തന്നെ നമ്മുടെ ഹൃദയത്തെ നമ്മളൊന്ന് പരിശോധിക്കുക, അല്ലെ. ഇതിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലായിടത്തും കാണുന്ന ഒരു കാര്യമാണ്, മനുഷ്യരുടെ ഇടയിൽ മൊത്തം കാണുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടണമെന്നുള്ളൊരു ആഗ്രഹം. നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും അതെല്ലാം എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലാണെങ്കിലും അവരാണെങ്കിൽ പോലും, അല്ലെ, കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കൾ അവരെ ഒന്ന് അംഗീകരിക്കണമെന്നുള്ള ആഗ്രഹം, അതെല്ലാം എല്ലാത്തിൻ്റെയും മൂല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം. അതിനെപ്പറ്റി നമുക്ക് എന്താ പറയാ നല്ല ശക്തമായിട്ടുള്ള അറിവില്ലാഴിക, അല്ലെങ്കിൽ നമുക്ക് ദൈവമായിട്ട് ബന്ധമില്ലാഴിക, അതൊക്കെയാണ്. അപ്പോ പോളിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായിട്ട്, യേശുക്രിസ്തുവുമായിട്ട് വളരെയധികം സ്നേഹബന്ധത്തിൽ. അതുകൊണ്ടാണ് പീറ്റർ ഇങ്ങനെ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ, അല്ലെ, അത് പോൾ എതിർക്കാൻ വേണ്ടി സാധിച്ചു. ഞാൻ എന്താ പറഞ്ഞാൽ ഗലാത്യർക്കെതിരെ ലേഖനം 2-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ പീറ്ററിനെ പറ്റി പോൾ പറഞ്ഞിട്ടുണ്ട്. പീറ്റർ ഒരു കുഴപ്പമില്ലായിരുന്ന പീറ്റർ, അന്ന് വരെ ഒരു പ്രശ്നമില്ലായിരുന്ന പീറ്റർ ആന്റിയോക്ക് ചർച്ചിലൊക്കെ ചെന്നപ്പോ ജാതികളുടെ ഇടയിൽ നിന്ന് കൺവേർട്ടഡ് ആയിട്ടിരിക്കുന്ന വിശ്വാസികളുടെ ഇടയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഒരു പ്രശ്നമില്ലായിരുന്ന പീറ്റർ പെട്ടെന്ന് ജെയിംസിന്റെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോഴേക്കും കാല് മാറുന്നു, അല്ല, ജെയിംസിന്റെ കൂട്ടത്തിൽ വന്ന ആൾക്കാരെ ഒന്ന് സുഖിപ്പിക്കുന്നതിന് വേണ്ടി കാല് മാറുന്ന ഒരു അവസ്ഥയെ കാണുന്നു. അപ്പൊ അവിടെ എന്താ പറയാ, അപ്പൊ പീറ്ററിനെ ഒന്ന് തിരുത്താനുള്ള കറേജ് പോളിനുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തില് അങ്ങനെ തിരുത്തി പറഞ്ഞു തരാൻ വേണ്ടി ആളുകൾ ഉണ്ടായിരിക്കാം, ചിലപ്പം മിക്കവാറും തന്നെ ഉണ്ടായിരിക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്നാലും നമുക്ക് വചനം ദൈവം തന്നിരിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളോട് എപ്പോഴും നമ്മളെ തിരുത്തും. നമ്മൾ തയ്യാറാണെങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി തയ്യാറാണെങ്കിൽ ദൈവമായിട്ട് തന്നെ അത് നമുക്ക് പറഞ്ഞു തരും, പല സാഹചര്യങ്ങൾ വെച്ച്. അപ്പൊ അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ എവിടെയെങ്കിലും വെച്ച്, നമ്മുടെ ഹൃദയത്തിന്റെ കോണിൽ എവിടെയെങ്കിലും വെച്ചോ, എന്റെ ചർച്ചിലുള്ളവരെയൊക്കെ ഒന്ന് അംഗീകരിക്കണം, ഞാൻ പ്രാർത്ഥിക്കുന്ന കൊള്ളാമെന്ന്, ഞാൻ വചനം വായിക്കുന്ന കൊള്ളാമെന്ന്, അല്ലെങ്കിൽ എന്റെ സ്പിരിച്വൽ വോക്ക്, അല്ല എന്റെ ജോലി കൊള്ളാമെന്ന്, എന്റെ കുടുംബം കൊള്ളാമെന്ന്, അങ്ങനെയൊക്കെ ആരിൽ നിന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, ഒരു ഓ കൊള്ളാമല്ലോ എന്നൊന്ന് പറയണം എന്നൊരു ആഗ്രഹം എപ്പോഴെങ്കിലും തോന്നുന്നുണ്ട്, അപ്പോഴേ വിചാരിച്ചാൽ മതി, എന്തോ പ്രശ്നം പറ്റും. ദൈവവുമായിട്ടുള്ള ഇന്റിമസിക്ക്, ദൈവവുമായിട്ടുള്ള സ്നേഹത്തിന്, ആദ്യ സ്നേഹത്തിന് എവിടെയോ ഒരു കളങ്കം പറ്റി പോയിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചാൽ മാത്രം മതി, അല്ലെ. അപ്പോ അതനുസരിച്ച് തിരിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് വരിക, റിപ്പന്റ് ചെയ്തിട്ട് ക്ഷമ ചോദിച്ചും തിരിച്ച് ദൈവത്തിന്റെ അടുത്തേക്ക് വരിക. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. മൈറ്റി ഗോഡ്, ഐ താങ്ക് യു ആൻഡ് പ്രൈസ് യു മാസ്റ്റർ ഗോഡ്. ഞങ്ങൾ ഒരിക്കൽ പോലും ഞങ്ങളുടെ പേരിന് കർത്താവെ ഗ്ലോറി കൊണ്ടുവരാനുള്ള ഒരു കാര്യം ചെയ്യാതിരിക്കട്ടെ. കർത്താവെ സകല ഗ്ലോറിക്കും ഉടയവൻ അങ്ങ് മാത്രമാണ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. സകല ഗ്ലോറിക്കും അവകാശിയായിട്ട് അങ്ങ് മാത്രമുള്ളൂ. താങ്ക് യു ജീസസ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് മാസ്റ്റർ. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി. എപ്പോഴെങ്കിലും തെറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, അപേക്ഷിക്കും. ഇനി വരുന്ന ദിവസങ്ങൾ കർത്താവെ മാന്യമായിട്ട് തന്നെ അങ്ങേക്ക് സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ തന്നെ ജീവിക്കാൻ കൃപ തന്നെ യേശുവിൻ നാമത്തിൽ. ആമേൻ. കേട്ടാൽ നന്ദി. ദൈവത്തെ മഹത്വം.